വെൽക്കം ടു സാവൂസ് കിഡ്സ് കളക്ഷൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു സ്കേർട്ട് തയ്ക്കുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഓർഗാൻസ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സ്കേർട്ടിന് ഇറക്കം എടുക്കുന്നത് 10 ഇഞ്ചാണ്. ഞാനതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വീതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടുമായിട്ട്. ഇനി നമുക്കിതിനെ പട്ട വയ്ക്കണം. അതിനായിട്ട് 6 ഇഞ്ച് വീതിയിലാണ് ഞാൻ പട്ട എടുക്കുന്നത്. നമുക്കൊരു 1.5 ഇഞ്ച് വീതിയിൽ ഇലാസ്റ്റിക് തയ്ക്കാനായിട്ട് വേണം. പിന്നെ ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഈ ഒരു മോഡൽ സ്കേർട്ട് ചെയ്യാനായിട്ട് ആവശ്യമാണ്. ഞാൻ ഇതിനെ അരവണ്ണം എടുക്കുന്നത് 13 ഇഞ്ചാണ്. ഞാനിപ്പോൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അരയിലേക്ക് പട്ട വയ്ക്കാനായിട്ട്, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. ഇനി നമുക്ക് ലൈനിങ്ങും ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കിനി ആദ്യം നമ്മുടെ അരയിലേക്ക് പട്ട വയ്ക്കാൻ എടുത്തിരിക്കുന്ന ആ ഒരു ക്ലോത്തും ലൈനിങ് ക്ലോത്തും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ രണ്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് തയ്ക്കാനുള്ള ആ ഒരു തുണിയുടെ അറ്റം ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കണം. ഞാനിതിപ്പോൾ ഇവിടെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പട്ടയുടെ അളവിൽ വേണം ഈ ഒരു തുണിയിൽ ഫ്ലീറ്റ്സ് ഇട്ടെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിവിടെ ഫ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിലും ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഇനി ലൈനിങ് ക്ലോത്തും നമ്മുടെ മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ പട്ട ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പട്ട അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് പാർട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്ക് പാർട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും തമ്മിൽ കൂട്ടി തയ്ച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിവിടെ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഇലാസ്റ്റിക് വെക്കാനായിട്ട് മടക്കി തയ്ച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇലാസ്റ്റിക് ഇടാനായിട്ട് ചെറിയൊരു ഗ്യാപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതിൽ അരയിലേക്ക് കുറച്ച് ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.